എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ വിചാരിക്കുന്നു. ഇപ്പോൾ കുറച്ച് നമുക്കറിയാം, ഇപ്പോൾ UK ഈ പുതിയ ഗവൺമെന്റിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ മാറ്റത്തിനെ കുറിച്ചുള്ള ചർച്ചകളാണ് എല്ലാ ലോകരാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ കൂടുതലും ചർച്ചയാവുന്നത് UK വരാൻ നിൽക്കുന്നവരും UK വന്നിട്ടുള്ളവരും എല്ലാവരുടെ ഇടയിലും നമ്മുടെ എല്ലാവരുടെ ഇടയിലും പുതിയ ഗവൺമെന്റ് എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നുള്ള ചർച്ചകളാണ്. തീർച്ചയായിട്ടും ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കണ്ടന്റുകൾ നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ലേബർ പാർട്ടിയുടെ 2 വീഡിയോ ആണ് നമ്മൾ ചെയ്തത്. ഒന്ന് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തു. അത് കഴിഞ്ഞത് നമ്മൾ ലേബർ പാർട്ടിയുടെ മാനിഫെസ്റ്റോ ഒന്നും കൂടി റീഇൻട്രൊഡ്യൂസ് ചെയ്തു നിങ്ങൾക്ക്. കാരണം പലരും അത് കാണാതെ എല്ലാവരും ഇരുന്നിട്ടുണ്ടായിരുന്നു. എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, NHS കാര്യം, NHSന്റെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, പറയാത്തതും അതല്ലാതെ നമുക്കറിയാം ഈ പറഞ്ഞ മൈഗ്രേഷന്റെ കാര്യം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ മാനിഫെസ്റ്റോ ഒന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് 3ാമത്തെ വീഡിയോ ആണ്. നമ്മുടെ പുതിയ ഗവൺമെന്റിന്റെ ചുറ്റിപ്പറ്റി തന്നെയാണ് പല ലോകരാജ്യങ്ങളും ഇപ്പൊ ചർച്ചാ വിഷയമായി. കാരണം ഈ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ഒരു ചോദ്യചിഹ്നം അവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ആ ചോദ്യചിഹ്നം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. ഇന്ത്യ UK ബന്ധം ഇനി എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ പാർട്ടി വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് പോളുകളെല്ലാം വലിയ വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ചോദ്യം പല മാധ്യമങ്ങളും ഉന്നയിക്കുന്നു. എന്തിന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളടക്കം ഇത് ചർച്ചയാക്കി തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമുക്കറിയാം, മാധ്യമങ്ങൾ പല രീതിയിൽ വളച്ചൊടിച്ചും അല്ലാതെയും ചർച്ചകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ മാധ്യമങ്ങളിലെ ന്യൂസുകളും കാര്യങ്ങളും വായിച്ചിട്ട് ലേബർ പാർട്ടിയുടെയും ചില അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന പല ന്യൂസുകളും കാര്യങ്ങളും ഇവരുടെ ന്യൂസ് റിപ്പോർട്ടുകളും വായിച്ചിട്ട് ഇത് എൻ്റെ ഒരു വിലയിരുത്തലാണ്. അത് മാത്രമല്ല, ഇവരുടെ വെബ്സൈറ്റുകളിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ പാർട്ടികൾ ഈ പറഞ്ഞുണ്ടായ ചർച്ചകൾ, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, അവർ മുൻ ചരിത്രങ്ങൾ, ഇതൊന്നും നമ്മൾ കുത്തിപ്പൊക്കുന്നില്ല. സോ ആദ്യമായിട്ടൊക്കെയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റെനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്ക് എനേബിൾ ഷെയർ ചെയ്യുക. അതും തീർച്ചയായിട്ടും എല്ലാം നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ വെറുതെ പൊട്ടന്മാരെ പോലെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് അങ്ങോട്ട് കയറി ചെല്ലുന്നതിന് മുമ്പ് ആ രാജ്യത്തിലെ സാഹചര്യങ്ങൾ, അവിടുത്തെ എക്കണോമി, ഇല്ലെങ്കിൽ അവിടുത്തെ ഓപ്പർച്യൂണിറ്റി, അവിടെ പോയി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ സർവൈവ് ചെയ്യാൻ പറ്റുമോ, പല കാര്യങ്ങളും നമുക്ക് അറിയണം. അതിൻ്റെ കൂട്ടത്തിൽ അവിടുത്തെ രാഷ്ട്രീയ മാറ്റങ്ങളും ആ രാഷ്ട്രീയ മാറ്റം എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്നും ഇല്ലെങ്കിൽ അത് ബാധിക്കുമോ എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ്. സോ അത് നിങ്ങൾക്ക് അറിയിച്ചു തരിക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ലേബർ പാർട്ടി ഏകദേശം 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിന് ഒരു അന്ത്യം കുറിച്ചുകൊണ്ടാണ് ലേബർ പാർട്ടി അധികാരത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭരണം ശരിക്കും പിടിച്ചെടുത്തിരിക്കുന്നത് തന്നെ ഒരു വലിയൊരു വിജയത്തോടു കൂടി തന്നെ, എക്സിറ്റ് പോളുകളെല്ലാം പ്രവചിച്ച പോലെ തന്നെ ഒരു വലിയൊരു വിജയത്തോടു കൂടി തന്നെയാണ് ഈ ഒരു UK ഭരണം പിടിച്ചെടുത്തിരിക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്ന ചോദ്യമാണ് ഇന്ത്യ UK ബന്ധം എങ്ങനെയിരിക്കും. ഇന്നത്തെ ടോപ്പിക് അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ചോദ്യം ഉയരാൻ തന്നെ കാരണം 2019 ഈ മുന്ന് ലേബർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ ലീഡർ എന്നൊക്കെ പറയുന്ന ജെർമി കോർബൺ ആ സമയങ്ങളിൽ 2019 നമുക്കറിയാം ബോറിസ് ജോൺസണെതിരെയൊക്കെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം ജെർമി കോർബൺ വഷളാക്കിയിട്ടുണ്ടായിരുന്നു. ലേബർ പാർട്ടി അന്നൊരു സ്റ്റാൻസ് എടുത്തിരിക്കുന്നത് കാരണം ആന്റി ഇന്ത്യ നിലപാടായിരുന്നു. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ്മീരിന്റെ ഒരു ഇഷ്യൂ, അവിടുത്തെ പ്രശ്നങ്ങൾ അതെല്ലാം ചൂണ്ടിക്കാട്ടി ആ ഒരു നമുക്കറിയാം കാശ്മീരിനെ ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിയതിൽ പ്രതിഷേധിച്ച് അതിനൊക്കെ ഇവിടെ ഒരു പ്രക്ഷോഭവും കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു ലേബർ പാർട്ടി. അതുകൊണ്ട് തന്നെ ആന്റി ഇന്ത്യൻ നിലപാട് ആ സമയത്ത് ലേബർ പാർട്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായിരിക്കുന്നതും. ആ ഒരു നിലപാട് ഇപ്പോൾ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം വഷളാവാനും നമുക്കറിയാം. ഇപ്പോഴും നമ്മുടെ കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭയം ഇപ്പോൾ സകല മാധ്യമം ഭയമല്ല, ശരിക്കും പറഞ്ഞാൽ ചിലർക്കത് വളരെ ആകാംക്ഷയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ അടുത്ത് തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളവരായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അതൊരു ചർച്ചാ വിഷയമായി ഉന്നയിച്ച് അത് വലിയ രീതിയിൽ ആഘോഷിക്കുന്ന, ഇനി അത് വഷളാവും, ഇനി അങ്ങനെ ഒരു ഇന്ത്യയുമായിട്ടുള്ള UK ബന്ധം ഉണ്ടാവില്ല എന്ന് സന്തോഷിക്കുന്ന ചില ആൾക്കാർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഒരു വീഡിയോ. തീർച്ചയായിട്ടും ജെർമി കോർബന്റെ നിലപാട്, അന്നത്തെ 2019 നിലപാട് ഇവിടുത്തെ ജനങ്ങൾ തന്നെ അതിനെ തിരസ്കരിച്ചതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ബോറിസ് ജോൺസൺ ഗവൺമെന്റിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ഇവിടെ അധികാരം ഏറ്റെടുക്കുകയും ജെർമി കോർബന്റെ ആ ഒരു ആന്റി സെമിറ്റിക് നിലപാട് അന്ന് തന്നെ ഈ പറഞ്ഞ രാജ്യം നിരസിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, അന്നത്തെ ലേബർ പാർട്ടിയുടെ തോൽവിക്ക് കാരണം തന്നെ ഈ പറഞ്ഞ നിലപാടുകളായിരുന്നു. ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിനെയും ഇല്ലെങ്കിൽ ഇവിടത്തുള്ള അവരുടെ ചില അജണ്ടകൾ, ഇവിടെയുള്ള പ്രീണനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കൺസർവേറ്റീവ് പാർട്ടി ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ വിജയിച്ച് കയറി വന്നിരിക്കുന്നത്. എന്നാൽ 2019 ശേഷം ഇപ്പോൾ 2024
ആണ് ഇലക്ഷൻ നടന്നിരിക്കുന്നത്. ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ജെർമി കോബൻ അന്നത്തെ പടുതോൽവിക്ക് ശേഷം രാജിവെച്ച് പുറത്താകുകയും അല്ലെങ്കിൽ പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള കെയർ സ്റ്റാമറിനെ ഒരു നേതൃപദവി കൊടുത്തിട്ടാണ് പുള്ളി മാറിയത്. ആ മാറിയ ശേഷം ഇപ്പോൾ ഉള്ള 2024 ലേബർ പാർട്ടിയുടെ നിലപാട് തീർച്ചയായിട്ടും നമുക്ക് വളരെ വ്യത്യാസമാണ്. അന്നത്തെ കാശ്മീരിന്റെ നിലപാട് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ കെയർ സ്റ്റാമർ അതിനകത്ത് വിവരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കാശ്മീർ എന്നുള്ളത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകവും അത് ഇന്ത്യയുടെ ഇന്റേണൽ ഇഷ്യൂ കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ഈ പറഞ്ഞ ലേബർ പാർട്ടിക്ക് പ്രത്യേകിച്ച് നിലപാടില്ല. അതെല്ലാം വളരെ ശാന്തിയും സമാധാനത്തോടു കൂടി ഇരു രാജ്യങ്ങളും സംസാരിച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ കെയർ സ്റ്റാമറിന്റെ ഇപ്പോഴത്തെ നിലപാട്. അന്നത്തെ നിലപാടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ലേബർ പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനൊക്കെ പ്രത്യേകിച്ച് കാരണങ്ങളായിട്ട് ചില ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്ത് കാരണം വേറൊന്നും കൊണ്ടല്ല, UK ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എത്നിക് ഗ്രൂപ്പ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ത്യൻസ് ആണ് എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷന് മുന്നോടുകൂടിയായിട്ട് ഈ ഒരു വിശകലനം പാർട്ടിയുടെ നിലപാടുകളെ തന്നെ തിരുത്താനും ഇല്ലെങ്കിൽ ചിന്തിപ്പിക്കാനും കൂടി അതിനൊരു വഴിയൊരുക്കുകയും അതുകൊണ്ട് തന്നെ ഈ കാശ്മീർ നിലപാട് അതിന്ന് വളരെ പുറകോട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ കെയർ സ്റ്റാമറിന്റെ പാർട്ടി. അതിനിപ്പോൾ ഇലക്ഷന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടികളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മന്ത്രിസഭയിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ഒരു കെയർ സ്റ്റാമറിന്റെ മന്ത്രിസഭയ്ക്കകത്ത് തന്നെ പുതിയ ഒരു ഇന്ത്യൻ വംശജ കൂടി നമുക്കറിയാം മന്ത്രിയായിട്ട് മന്ത്രിസഭയിൽ കയറിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, നമ്മുടെ കെയർ സ്റ്റാമറിന്റെ ഈ ഇലക്ഷന്റെ പ്രഖ്യാപനത്തോടുകൂടി ദീപാവലിയും ഹോളിയും എല്ലാം ആഘോഷിക്കുന്ന ഇന്ത്യക്കാരെ നമുക്കറിയാം കൂടുതൽ ഇന്ത്യൻ കൾച്ചറിലേക്ക് കെയർ സ്റ്റാമറിന്റെ പാർട്ടി നമ്മുടെ ഋഷി സുനക് കാര്യങ്ങൾ മുന്നേ നമ്മുടെ ബോസ് ജോൺസൺ ചെയ്ത പോലെ തന്നെ അതേപടിക്ക് നമുക്കറിയാം അവരും ചെയ്തു വരുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. സോ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു വലിയൊരു റിലേഷൻഷിപ്പ് ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ചില ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തുള്ള ലേബർ പ്രധാനമന്ത്രി തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയാണ് എന്നുള്ളത് അവർ തന്നെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം സകല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ടൊരു ബന്ധം വഷളാക്കാനായിട്ട് ആരും തന്നെ തയ്യാറാവുന്നുമില്ല എന്നുള്ളത് തന്നെയാണ് കെയർ സ്റ്റാമറിന്റെയും ഒരു നിലപാട് എന്ന് തന്നെ വ്യക്തമാവുന്നത്. മാത്രമല്ല, എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത കാര്യം, ഇന്ത്യ UK ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിനെ കുറിച്ചാണ് ഇവർക്ക് ആശങ്ക. അത് ചിലർക്ക് അത് ക്യാൻസൽ ആവണം എന്നുള്ള ഒരു ആശങ്കയിലാണെങ്കിൽ ചിലർക്ക് നമുക്കറിയാം അത് ക്യാൻസൽ ആവുമോ എന്നുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തന്നെ അറിയാം യങ് പ്രൊഫഷണൽ സ്കീം നമുക്ക് UK ഒരുപാട് സ്റ്റുഡൻസ് ഒരുപാട് യങ്സ്റ്റേഴ്സ് ഒരു 3000 വിസകളിലൂടെ എവരി ഇയർ UK കാല് വെക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വിസയുടെ കേസ് എന്താവും എന്നുള്ളൊരു ചോദ്യം അവിടെ തന്നെയുണ്ട്. അത് നമ്മളെ പോലുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും തന്നെ ഒരു വലിയൊരു ആശ്രയം തന്നെയാണ് ഒരു 2 year വർക്ക് വിസ. നമുക്ക് ഓപ്പൺ വർക്ക് വിസ, ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു വർക്ക് വിസ ഇനി തൊട്ട് ഇന്ത്യക്കാർക്ക് ഉണ്ടാവും എന്നുള്ളത്. തീർച്ചയായിട്ടും മുന്നത്തെ ലേബർ പാർട്ടിയുടെ നിലപാടുകൾ അനുസരിച്ചിട്ടാണെങ്കിൽ ആ ഒരു സംഭവം ഇവിടെ ഉണ്ടാവേണ്ടതല്ല. പക്ഷെ നമ്മുടെ പുതിയ ലേബർ പാർട്ടി വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ലേബർ പാർട്ടിയാണ്. അവർ ലേബർ പാർട്ടി ആണെങ്കിലും ഒരു ലെഫ്റ്റ് വിങ് പാർട്ടി ആണെങ്കിലും അതിൽ ഒരു 20% ലെഫ്റ്റും ബാക്കിയൊക്കെ റൈറ്റ്സും ആണെന്നുള്ളതാണ് എൻ്റെ ഒരു വീക്ഷണത്തിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നിലപാട് പാർട്ടി സെക്കൻഡ് നാഷൻ ഫസ്റ്റ് എന്നുള്ളൊരു നിലപാടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു കേസിൽ FTA ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇന്ത്യയുമായിട്ടുള്ള എഗ്രിമെന്റ് അത് മുന്നോട്ട് പോകുമെന്നും പുതിയതായിട്ട് ചുമതലയെടുത്തിട്ടുള്ള ഫോറിൻ സെക്രട്ടറിയുടെ നിലപാടുകൾ, അതായത് ഇലക്ഷന് മുമ്പുള്ള അവരുടെ കാൻഡിഡേറ്റ്സിന്റെ നമുക്കറിയാം ഇവിടെയുള്ള എല്ലാ സ്പീച്ചിനകത്തും കാര്യങ്ങളും ഇന്ത്യയുമായിട്ടുള്ള ഒരു ചോദ്യം അവർക്ക് ഉന്നയിച്ച് ഇടുന്നുണ്ടായിരുന്നു. ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരാണെങ്കിലും ഇവിടെയുള്ള ആൾക്കാരാണെങ്കിലും അതിൽ അവർ ഒരു ഒറ്റ നിലപാടുകളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ വിസ സ്കീം, ഈ യങ് പ്രൊഫഷണൽ സ്കീം, അവരുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുമായിട്ടും യങ് പ്രൊഫഷണൽ സ്കീം സ്ഥാപിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് ഇനി പാകിസ്ഥാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇനി ഓപ്പൺ ആവുമായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന ദിവസങ്ങൾ കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ MPമാരൊക്കെ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിബിലിറ്റീസ് ഉണ്ട് അവിടെ ഒരു ഇതുണ്ടാവാനായിട്ട്. പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള യങ് പ്രൊഫഷണൽ സ്കീം ക്യാൻസൽ ആക്കാനുള്ള സാധ്യതയില്ല. ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നിലനിർത്തും എന്നുള്ളതാണ് ഇവരുടെ ഇലക്ഷൻ സമയത്തുള്ള പ്രചരണത്തിൽ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ചുമതലയെടുത്തിട്ടുള്ള നമ്മുടെ ഫോറിൻ സെക്രട്ടറിയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യങ് പ്രൊഫഷണൽ സ്കീം നമുക്ക് ഇപ്പോൾ ഈ വരുന്ന ജൂലൈ ഒരു 25-26 ആകുമ്പോൾ ഓപ്പൺ ആവേണ്ടതാണ്. സോ നമുക്കത് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. ഇപ്പൊ ഇവരുടെയൊക്കെ പ്രഖ്യാപനങ്ങൾ അനുസരിച്ച് ഇനി അത് പ്രഖ്യാപനങ്ങളായിട്ട് ഒതുങ്ങൂ എന്നുള്ളതും
നമുക്ക് കണ്ടു തന്നെ കാണേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലായിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ക്യാൻസൽ ആക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രഖ്യാപനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇമിഗ്രേഷന്റെ കേസിൽ നമുക്കറിയാം ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ കേസിൽ കുറച്ച് കാര്യങ്ങൾ നെഗോസിയേഷൻ കൊണ്ടുവരാനുള്ള പ്ലാൻ ഉണ്ട്. അതായത് ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് കുറച്ച് വിസകളും കൂടി കൊടുക്കും. അതായത് IT ഇല്ലെങ്കിൽ ഈ ക്ലോത്തിങ്ങും പല ബ്രാൻഡ്സിന്റെ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടെത്തിക്കാനും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കരാറുകൾ ഒപ്പിടുന്നു. അതിനകത്ത് ആ വിസ കേസിൽ നെഗോസിയേഷൻസ് കൊണ്ടുവരും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ യങ് പ്രൊഫഷണൽ സ്കീം മറ്റ് രാജ്യങ്ങളുമായിട്ട് ഓപ്പൺ ആവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇന്ത്യയുമായിട്ട് അത് ക്യാൻസൽ ആവില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അത് തീർച്ചയായിട്ടും ക്യാൻസൽ ആവാനുള്ള സാധ്യതകൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ലേബർ പാർട്ടി നിലനിർത്തും. അപ്പോൾ പലരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പോലെ ചിലർക്ക് ആകാംക്ഷ അത് ക്യാൻസൽ ആവണം എന്നാണ്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അത് അസ്ഥാനത്തിലായി പോയി ആകാംക്ഷ. കാരണം വെച്ചാൽ ലേബർ പാർട്ടി വന്നു കഴിഞ്ഞാലും അത് ക്യാൻസൽ ആവില്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഓരോ യങ്സ്റ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള അവർക്ക് UK വരാനുള്ള ഇങ്ങോട്ടുള്ള ഒരേ ഒരു വഴി, ഒരേ ഏജൻസിയുടെ തട്ടിപ്പും വെട്ടിപ്പും കുതികാല വലിപ്പും ഒന്നും ഇല്ലാതെ വരാൻ പറ്റുന്ന ഒരേ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവരി ഇയർ നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ തന്നെ 300-ന് മേലെ ആൾക്കാരാണ് ഇവിടെ യങ് പ്രൊഫഷണൽ സ്കീമിൽ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും യങ് പ്രൊഫഷണൽ സ്കീം ഇവിടെ നിലനിൽക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. സോ ഗൈസ്, വളരെ കൂളായിട്ടിരിക്കുക. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ കൂടെ നിൽക്കുക. നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്കും ചെയ്തോളൂ, ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാരണം എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് വരും. സോ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഒരു കാരണവശാലും തകരാറിലാവില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. കാണാം.